ഹായ്, എല്ലാവർക്കും സുഖം തന്നെയാ? എനിക്ക് സുഖം തന്നെ. ഇന്നില്ലേ ഞാൻ എഞ്ചിയാറ് ഉണ്ടാക്കുന്നത് ഇടിയപ്പൂല്ലേ, ഇടിയപ്പം. നിങ്ങളെ നാട്ടിൽ എഞ്ചി അപ്പത്തിനാ പറയല്? ഇങ്ങനെ വല വല പോലത്തെ അപ്പത്തിനാ നമ്മളുടെ ഇടിയപ്പം എന്ന് പറയും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പൊടിയില്ലേ, ഇതിൻ്റെ പൊടി പീടിയെന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നത്, ഇടിയപ്പത്തിൻ്റെ പൊടി ഒരു 1/2 കിലോൻ്റെ പൊടി വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടു. എന്നിട്ട് കുറച്ച് അതിന് വേണമെന്ന് ഉപ്പിട്ടു. എന്നിട്ട് അത് കുഴക്കണ്ടേ, വൃത്തിക്ക് കുഴക്കണ്ടേ. അപ്പം അത് കുഴക്കാൻ വേണ്ടി ചൂടുവെള്ളം എടുക്കണം. പച്ചവെള്ളത്തിൽ കുഴച്ചുകൂടാ, അപ്പം ശരിയാവില്ല. അതുകൊണ്ട് ചൂടുവെള്ളം എടുത്തു. അപ്പം ഈ ചൂടുവെള്ളം നല്ലോണം പൊള്ളുന്ന എടുത്തുകൂടാ, അപ്പം കൈ പൊള്ളും. അപ്പം നമ്മളെ കൈക്ക് അത് തട്ടുന്ന ചൂട് മതി. എന്നിട്ട് കുഴക്കുക, വൃത്തിക്ക് കുഴക്കുക. അപ്പം ഈ കൈക്കെല്ലാം പറ്റൂലേ. അപ്പം ഈ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയില്ലേ, വെളിച്ചെണ്ണ, അത് കൈക്കെല്ലാം പരട്ടാം. എന്നിട്ട് കുറച്ച് പൊടിയിലേക്കും, കുഴച്ച പൊടിയില്ലേ അതിലത്തേക്ക് മേലെ കുറച്ച് ഇങ്ങനെ ഉറ്റിക്കാം. കുറച്ച് അതിങ്ങനെ കൈക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല വൃത്തിക്ക് കുഴക്കാം. കുഴച്ചിട്ട് ഇങ്ങനെ ഉണ്ടയാക്കാം. ഈ ചപ്പാത്തിക്കെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ ഉണ്ടാക്കാം. ഇത്ര കിലോ ഉണ്ടാക്കാം. അതെന്തിനാ അറിയാം? ഇതാ ഈ സാധനം കണ്ടോ, ഇതിനെ നിങ്ങളെ നാട്ടിൽ എന്താ പറയല്? നമുക്ക് ഇതിൻ്റെ പേരേ അറിയില്ല. ഈലത്തേക്ക് ഇടാം. ആ ഉണ്ട ഈലത്തേക്ക് ഇടാം. ഈലത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മേടിട്ടിട്ട് നടക്കൂലേ, ഇങ്ങനെ അടക്കും. എന്നിട്ട് ഇതിൽ നിറച്ചിട്ട് വെച്ചിട്ട് ഇവിടെ വെക്കും. എന്നിട്ട് ഒരു അപ്പച്ചമ്പ് തീമാക്കും. അപ്പച്ചമ്പില്ലേ, ഉണ്ടെല്ലാം വെക്കുന്ന അപ്പച്ചമ്പ്, അത് തീമാക്കും. ഇത് തീ കത്തിച്ചിട്ട് അതിൽ വായച്ചപ്പിലയില്ലേ, വായര ചപ്പില, അതൊരു കഷ്ണം മുറിച്ചിട്ട് അതിൽ വെക്കും. വായച്ചപ്പില അങ്ങനെ വെക്കും. എന്നിട്ട് ഈ സാധനത്തോട് ഇങ്ങനെ നമ്മ ഈ ചെമ്പിലേക്ക് ഇങ്ങനെ ആക്കും. എന്നെ വട്ടം തിരിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് പിരി ഇങ്ങനെ വരും. ഇതുപോലത്തെ റൗണ്ട് ആയിട്ട് വരും. അങ്ങനെ ഓരോ ദിക്കിൽ ഒരപ്പച്ചമ്പിൽ 4 എണ്ണം 5 എണ്ണം ആവും. 5 അപ്പാവും ഇങ്ങനത്തെ. അപ്പം അങ്ങനെ ആക്കിയിട്ട് പൊത്തി വെക്കും. എന്നിട്ട് പൊത്തി വെച്ചിട്ടാകുമ്പോൾ അത് ബഹൂലേ, ബന്ത് കഴിഞ്ഞിട്ട് അത് കുറേ സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ എടുക്കും, മൊത്തം തുറക്കും. അപ്പം തുറന്നിട്ടാകുമ്പോൾ ഇതുപോലത്തെ അപ്പം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഇടിയപ്പാക്കല്. ഇതിനെന്താണെന്ന് അറിയാം, കറി ചെറുപയർ കറിയില്ലേ, ചെറുപയർ, അത് കറി വെക്കും. ആ കറി വെക്കുന്നത് ഞാൻ ഇന്ന് പറയുന്നില്ല, അപ്പോൾ കുറേ സമയമാവൂലേ. അതിൻ്റെ ഇത് ഞാൻ പിന്നെ പറയാം കേട്ടോ. ആ കറി വെക്കൽ എങ്ങനെ ഞാൻ പിന്നെ പറയാം. ഇപ്പം ഇത്ര മാത്രം ഇടിയപ്പാക്കുന്നത് മാത്രം പറയുന്നത് കേട്ടോ.